ഹായ് വെൽക്കം, ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ യു. നമ്മളിപ്പോൾ ഐക്യയിലാണ്. ഹൈദരാബാദ് വന്നിട്ട് എങ്ങനെയാണ് ഐക്യ കയറാതെ പോവുക അല്ലേ? വീട് ഒരുക്കാൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ കിച്ചണിൽ സാധനങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ ആയിട്ട് എന്തിനു വേണം, വീട് ഒരുക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമല്ല, ജസ്റ്റ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടായാലും ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അധികം ബ്രാഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹൈദരാബാദാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ബ്രാഞ്ച്. ഇവിടുത്തെ ഓരോ സാധനവും ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി. ഇതേപോലെ നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇവർ ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവരിങ്ങനെ ഓരോ റൂമും അറേഞ്ച് ചെയ്ത് വെക്കും. ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ്, ലിവിങ് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. ഇതിൻ്റെ മുകളിലൊക്കെ ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും. എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും. ആ ബാർകോഡ് നമ്മൾ ഇവരുടെ കൗണ്ടറിൽ പോയി കാണിച്ചു കൊടുത്താൽ ഇവർ ആ സാധനം നമുക്ക് എടുത്തു തരും. അല്ലെങ്കിൽ ഇവരുടെ തന്നെ വെയർഹൗസ് ഉണ്ടാവും, അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിക്ക് ചെയ്യാം. നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം. അവരുടെ ആൾക്കാർ വന്നിട്ട് അത് നമുക്ക് എടുത്തു തരും. പല വെറൈറ്റി സാധനങ്ങൾ കാണാം. ഇപ്പോൾ ഒരു ടീപ്പോയുടെ തന്നെയാണെങ്കിൽ അതിൻ്റെ പല വെറൈറ്റി സാധനങ്ങൾ കാണാം. അതുപോലെ തന്നെ കിച്ചണിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനത്തിൻ്റെ തന്നെ പല മോഡൽ ഐറ്റംസ് കാണാം. മറ്റുള്ള ഹോം സെൻറ്റർ, അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വില കുറവായിരിക്കും ഇവിടെ. നമുക്ക് എല്ലാവർക്കും, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, ഒരു മിഡിൽ ക്ലാസ്സിനായാലും ഹയർ ക്ലാസ്സിനായാലും എവിടെയുള്ള ആൾക്കാർക്കും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള സാധനങ്ങളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഷെൽഫുകളാണ്, പല മോഡലിലുള്ള ഷെൽഫുകളാണ്, പല കളർഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡൈനിങ് ടേബിൾസ് ആണ്. അതും പല മെറ്റീരിയലിൻ്റെ ഉണ്ട്. വുഡിൻ്റെ വേണോ, മെറ്റലിൻ്റെ വേണോ, ഏത് തരത്തിലുള്ളത് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ജോക്കുട്ടിന് അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവൻ ആകെ ഇൻട്രസ്റ്റ് ഉള്ളത് ടോയ്കൾ മാത്രമാണ്. അതും ഇവിടെ ഉണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. ഐക്യ തന്നെ ഇവിടെ നമ്മുടെ റൂമുകളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. കിച്ചണായാലും ഡൈനിങ് ആയാലും ഒക്കെ 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇവർ കൊടുക്കുന്നത്. നമ്മുടെ ഒക്കെ വീട്ടമ്മമാരില്ലേ, നമുക്കൊക്കെ കിച്ചനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും. എനിക്കും അതുപോലെ തന്നെയാണ്. കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ തോന്നും നമ്മുടെ വീട്ടിലെ കിച്ചൺ ഇതുപോലെ ആക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടക്കില്ലെങ്കിൽ കൂടി ഇതിലത്തെ ഏതെങ്കിലും 1-2 ഐറ്റംസ് ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഐറ്റംസ് മേടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചൻ്റെ പല മോഡൽ കിച്ചണുകളുടെ കുറച്ച് അധികം വീഡിയോ ഞാനിതിൽ എടുത്തിട്ടുണ്ട്. അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിച്ചൺ എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്തു തരുന്നുള്ളതിൻ്റെ, എത്ര രൂപയാവുന്നുള്ളതിൻ്റെ ഒരു ഇതും അവരവിടെ അതിനോട് കൂടി വെച്ചിട്ടുണ്ടാവും. ഇത്ര സ്ക്വയർ ഫീറ്റ് കിച്ചന് ഇത്ര രൂപ എന്നുള്ള ഒരു ഇതും അവിടെ അവർ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വളരെ ചെറിയ കിച്ചൺ മുതലേ വളരെ വലിയ പോഷായിട്ടുള്ള കിച്ചൺ വരെ അവിടെ ഉണ്ട്. അത് പലതരത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ മോഡുലാർ കിച്ചൺ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല മോഡലുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഇതൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന് വേണ്ട ഹാൻഡിലുകൾ, ഇത് മൊത്തം ബാത്റൂം റിലേറ്റഡ് ഐറ്റംസ് ആണ്. ബാത്റൂമിലത്തെ സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ ഷവർ, പൈപ്പ്, ഹാൻഡിൽസ്, ബ്രഷുകൾ, അങ്ങനെ ഒരു ബാത്റൂം ഭംഗിയാക്കാൻ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ചില സമയങ്ങളിൽ നല്ല ഓഫർ വരും ചില സാധനങ്ങൾക്ക്. അപ്പം നല്ല തിരക്കായിരിക്കും, ഒരു ലിമിറ്റഡ് ഓഫറൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് വലിയ ഓഫറൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, അതുകൊണ്ട് അധികം തിരക്കില്ല. ഇനി നമുക്ക് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാലോ. പല തരത്തിൽ വലുത് മുതൽ വളരെ ചെറിയ ബെഡ്റൂമുകൾ വരെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇതൊക്കെ പലതരം ഓർഗനൈസേഴ്സാണ്. വുഡിൻ്റെ ഷെൽഫ്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഷെൽഫുകൾ, അങ്ങനെ പല മോഡൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കബോർഡ് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി വെക്കാൻ പറ്റും. കാരണം ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരിക്കാം, ഒരു തുണി തന്നെയാന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെറിയൊരു ബോക്സ് ആക്കി കൊണ്ടുപോകാം. പിന്നീട് അതങ്ങനെ നിവർത്തുമ്പോൾ ഇതുപോലെ വലിയ ഷെൽഫായിട്ട് മാറും. ഇതായിരിക്കും ഒരു ഷെൽഫ്. അത് വലുതാക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇതൊക്കെ കിഡ്സ് റൂമുകളാണ്. പല തരത്തിൽ ഒരു കുട്ടിക്ക് കിടക്കാനുള്ള അങ്ങനത്തെ സിംഗിൾ ബെഡുള്ള കിഡ്സ് റൂം, അതുപോലെ തന്നെ ഡബിൾ ബെഡായിട്ട് അങ്ങനെ പല തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, അങ്ങനെയൊക്കെ കാറ്റഗറി തിരിച്ചിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഗേൾസിൻ്റെ കിഡ്സ് റൂമാണ്. ഇപ്പോൾ ഒരു പിങ്ക് തീം കൊടുത്തിട്ടാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ജോക്കുട്ടിന് ഈ സെക്ഷൻ എത്തിയപ്പോൾ വളരെ ഇഷ്ടമായി. പിന്നെ അവിടുന്ന് പോരുന്നതിനായിരുന്നു ഒരു കരച്ചിൽ. ഇത് മുഴുവൻ തലോണകളുടെ ഒരു ശേഖരമാണ്. മുഴുവൻ തലോണകളാണ്. ഏത് വെറൈറ്റി തലോണകൾ വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹൈദരാബാദിലെ ഐക്കയും കണ്ടു. ഇനി ഞങ്ങൾ നാളെ രാവിലെ തിരിച്ച് ബാംഗ്ലൂർക്ക് മടങ്ങും. അപ്പോൾ ഐക്യ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീട് അലങ്കരിക്കാൻ ഇഷ്ടമുള്ളവർ ഒരു വട്ടെങ്കിലും ഐക്യയിൽ പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ബൈ ബൈ.